ഹലോ, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കിയാലോ? ചമ്മന്തി ഇഷ്ടമില്ലാത്ത ഒരു മലയാളിയും തന്നെ കാണില്ലല്ലോ. ഇത് സ്പെഷ്യലെന്ന് പറയാൻ കാര്യം ഇതാരും തയ്യാറാക്കിയിട്ടില്ലാത്തൊരു ചമ്മന്തിയാണ്. അതായത് കോവയ്ക്ക കൊണ്ടാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയത്. ആദ്യം നമുക്ക് ആവശ്യമുള്ള കോവയ്ക്ക എടുക്കണം. കോവയ്ക്ക എടുത്തിട്ട് ഇപ്പം കോവയ്ക്കയ്ക്ക് വളരെ വിലക്കുറവാണ്. അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ തന്നെ അത്യാവശ്യം കോവയ്ക്ക ഉണ്ടാവും. ഇത് ഞാൻ എൻ്റെ പറമ്പിൽ പിടിച്ചതാണ്, അതിൽ നിന്ന് ഇറുത്തെടുത്തതാണ്. ആ കോവയ്ക്ക എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കണം. ഇതിലെ എല്ലാ സാധനങ്ങളും ഞാൻ ചുട്ടാണ് എടുക്കുന്നത് ഈ ചമ്മന്തിക്ക്. ചുട്ടെടുക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം പുറം അധികം കരിഞ്ഞു പോവാതെ ചുടാൻ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഇത് ചുടുന്നതെങ്കിൽ പുറം അധികം കരിഞ്ഞു പോകാതെ ഉള്ളും വെന്ത് നല്ലതുപോലെ നമുക്ക് കിട്ടും. കാരണം പുറത്തോട്ട് ചൂടടിക്കാൻ തുടങ്ങുമ്പോൾ അല്പം വെള്ളത്തിൻ്റെ അംശം പുറത്തോട്ട് ഇറങ്ങി വരില്ലേ ചൂട് തട്ടുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ. അപ്പോൾ ആ പുറം അധികം കരിയാതെ തന്നെ ആ ചൂടുകൊണ്ട് അകം വേവാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കോവയ്ക്ക നല്ല പരുവത്തിന് കിട്ടും. നന്നായിട്ട് അതുപോലെ വറുത്ത് അതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. എന്നിട്ട് നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമായ തേങ്ങ ഇതുപോലെ പൊളിയെടുക്കുക. തിരുവാതെ എടുത്താലേ നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. അതും ഇതുപോലെ കരിഞ്ഞു പോകാതെ തിരിച്ച് ഇളക്കിയിട്ട് നന്നായിട്ട് അങ്ങ് ചുട്ടെടുക്കണം. തേങ്ങയും നന്നായിട്ട് ചുട്ടെടുക്കുക. നമുക്ക് തേങ്ങയിൽ പെട്ടെന്ന് തീ കയറി കത്തിപ്പിടിക്കും. അതിങ്ങനെ കുലുക്കി കൊടുക്കുമ്പോൾ തീ അങ്ങ് അണഞ്ഞു പോയി നമുക്ക് ചുട്ടെടുക്കാം. സാധാരണ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് നമ്മൾ തേങ്ങ ചുട്ടെടുക്കാറുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ചുടേണ്ട രീതി നമുക്കറിയാം. അതുകൊണ്ട് ആ പരുവത്തിൽ തന്നെ തേങ്ങ നന്നായിട്ട് ചുട്ടെടുക്കുക. ആ ചുട്ടെടുത്ത തേങ്ങയും ചുട്ട് നമുക്ക് ആദ്യം തയ്യാറാക്കിയ കോവയ്ക്കയുടെ കൂടെ വെക്കണം. ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട, അധികം ഒന്നും കരിഞ്ഞു പോകാതെ തന്നെ ചുട്ടെടുക്കണം. കരിഞ്ഞു പോയാൽ നമുക്ക് ആ കരിയുടെ ഒരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് കരിഞ്ഞു പോകാതെ ചുട്ടെടുത്ത് നമുക്ക് ആദ്യം വറുത്ത കോവയ്ക്കയുടെ കൂട്ടത്തിൽ അങ്ങ് മാറ്റാം. എന്നിട്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കി കഴുകിയത് അതും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കണം. ആ ഉള്ളിയും ചുട്ട് ഉള്ളി വെന്ത മണം നമുക്ക് കിട്ടുമല്ലോ. ആ സമയമാകുമ്പോൾ അത്രയും സമയത്ത് അതുപോലെ നല്ലതുപോലെ ചുട്ട് ആദ്യം ചുട്ട് വെച്ചതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അതിനെയും കൂടെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് എരിവിന് ആവശ്യമായ മുളക്. ഞാൻ എരിവ് കുറച്ച് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കുറച്ച് വറ്റൽമുളക് ഇട്ട് ആവശ്യത്തിനുള്ള മുളകിട്ട് മുളകും കൂടെ ഒന്ന് ചുട്ട് മാറ്റി വയ്ക്കണം. പിന്നെ അത് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പുളിക്ക് ആണ്. ആ പുളിപ്പിന് ആവശ്യമായ പുളി അതും ഇതുപോലെ ഒന്ന് ചുട്ട് തന്നെ എടുക്കുക. അപ്പോൾ അരയ്ക്കാനും സോഫ്റ്റ് ആവും. അത് പുളിക്ക് കുറച്ച് വേറൊരു ടേസ്റ്റ് കൂടെ കിട്ടും നമ്മൾ ചുട്ടെടുക്കുമ്പോൾ. പുളി ഒന്ന് ചുട്ട് ചമ്മന്തി അരയ്ക്കുമ്പോഴാണ് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നത്. ആ പുളിയും കൂടെ നന്നായിട്ട് ചുട്ടിട്ട് അത് നമ്മൾ ആദ്യം ചുട്ട് വെച്ച സാധനങ്ങളുടെ കൂട്ടത്തിലേക്ക് മാറ്റി വയ്ക്കാം. അത് എല്ലാം മാറ്റി വെച്ച് അതെല്ലാം കുറച്ച് സമയം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. തണുത്തതിന് ശേഷമേ നമ്മളിത് മിക്സിയിൽ അരയ്ക്കാൻ പറ്റൂ. അമ്മിക്കല്ലിൽ അരയ്ക്കുന്നവർക്ക് അമ്മിക്കല്ലിൽ അരയ്ക്കാം, അല്ലെങ്കിൽ മിക്സിയിലേക്ക്. പിന്നെ ഞാൻ ഇതിൽ ചേർത്ത് കുറച്ച് മല്ലിയാണ്. മല്ലി നേരത്തെ കഴുകി ഉണക്കി വറുത്തിട്ട് വെച്ചേക്കുന്നതാണ് ഞാൻ. അതിങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് എടുക്കാനായിട്ട് വെച്ചതാണ്. അത് 1 സ്പൂൺ മല്ലിയും കൂടെ അതിൽ ചേർക്കുക. എന്നാൽ മല്ലി നമുക്കിങ്ങനെ ചുട്ടെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത് ഞാൻ നേരത്തെ വറുത്തിട്ട് വെക്കുന്നത്. ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. ഇത് നോക്കി ഈ പരുവത്തിന് നമുക്ക് അരച്ച് കിട്ടുന്ന ചമ്മന്തിയെ നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കാരണം എല്ലാ ഭാഗത്തും ഉപ്പും എല്ലാം കൂടി ചേർന്നിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കോവയ്ക്ക ചമ്മന്തി റെഡിയാവും. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഇതുപോലെ ചെയ്തൊന്ന് കഴിച്ചു നോക്കിയേ. എന്ത് ടേസ്റ്റാണെന്നറിയാം. നമ്മൾ കോവയ്ക്ക കൊണ്ട് വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറില്ലേ, ആ കൂട്ടത്തിൽ തന്നെ ഈ ഒരു ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാം. ചോറിനൊപ്പം ഈ ഒരു ചമ്മന്തിയും എന്തെങ്കിലും ഒരു മീൻ വറുത്തതോ കൂടെ ഉണ്ടെങ്കിൽ എന്ത് ടേസ്റ്റാണെന്നറിയോ ചോറ് കഴിക്കാൻ. ഈ ഒരു പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കോവയ്ക്ക ചമ്മന്തി ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഏറ്റവും പ്രധാനം, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും.